എല്ലാ കൂട്ടുകാർക്കും ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗോൾഡൻ ഡാലിയ പ്ലാന്റിൻ്റെ കെയറിംഗ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനെ പല പേരുകളിലാണ് പല സ്ഥലങ്ങളിലും പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണിത്. കെയറിങ്ങും വളരെ എളുപ്പമാണ്. മണ്ണിലും ചെടിച്ചട്ടിയിലുമൊക്കെ ഇതിനെ വളർത്താം. മണ്ണിൽ വളർത്തിയാൽ കൂടുതൽ ബേബി പ്ലാന്റുകൾ കിട്ടും. ചെടി നന്നായിട്ട് ബുഷിയായിട്ട് വളരുകയും ചെയ്യും. ഇതിൻ്റെ പൂക്കൾ സീസൺ അനുസരിച്ചൊന്നുമല്ല കിട്ടുന്നത്. എല്ലാ സമയത്തും നല്ല പൂക്കൾ കിട്ടും. നല്ല വെയിൽ വേണ്ട പ്ലാന്റാണിത്. കൂടെ നന്നായിട്ട് വെള്ളവും വേണം. വെയിൽ കൂടുതൽ ഏറ്റാൽ പെട്ടെന്ന് ചെടി വാടി തളർന്നു പോകും. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ ചാനലിലൂടെ സെയിലായിട്ടുണ്ട്. അത് നടുന്ന സമയത്ത് കസ്റ്റമർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കാറുമുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടാറുമുണ്ട്. ഇതിൻ്റെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് ഒരു മനോഹര കാഴ്ചയാണ്. പോട്ടി മിക്സിൽ ചാണകവും കമ്പോസ്റ്റും മണ്ണും ചേർത്ത് നട്ടുകൊടുത്താൽ മതി. പിന്നെ കൃത്യമായ ഇടവേളകളിൽ ആവശ്യമായ വളപ്രയോഗവും കൂടെ നടത്തിയാൽ നന്നായിട്ട് നിറയെ പൂക്കൾ കിട്ടും. ഇതിൻ്റെ ഫ്ലവറിങ് ടൈം ആകുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു തണ്ട് മുകളിലേക്ക് നീണ്ടു വന്ന് ആ തണ്ടിലാണ് നിറയെ മൊട്ടുകളാകുന്നത്. അപ്പോൾ ആ തണ്ടിന് വേണ്ട സപ്പോർട്ട് നാം കൊടുക്കണം. ഇല്ലെങ്കിൽ നിറച്ച് പൂക്കൾ കിട്ടുന്നത് കൊണ്ട് ആ തണ്ട് കാറ്റത്ത് ഒടിഞ്ഞു പോകാറുണ്ട്. ഈ ചെടിയിൽ ധാരാളം ബേബി പ്ലാന്റ്സുകൾ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ബേബി പ്ലാന്റുകൾ നമ്മൾ ഓരോരോ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ മാറ്റി നട്ടാൽ ഒരു മഞ്ഞ പൂന്തോട്ടം തന്നെ നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഗോൾഡൻ ഡാലിയ എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നതെങ്കിലും ഡാലിയ ചെടികളെ പോലെ ഇതിന് കിഴങ്ങുകളില്ല. ഡാലിയ ചെടിയുടേതാകുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ കിഴങ്ങുകൾ അടുത്ത മഴക്കാലമാകുമ്പോഴേക്കും പൊട്ടിമുളച്ച് പുതിയ പ്ലാന്റുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാവുകയാണ് ഈ ഗോൾഡൻ ഡാലിയയ്ക്ക് സാധാരണയായിട്ട് കാണുന്നത്. അതുപോലെ ഇതിൻ്റെ പൂക്കൾക്ക് വിത്തുകളും ഉണ്ടാകാൻ ഇതുവരെ കണ്ടിട്ടില്ല. 2 ആഴ്ച വരെ ഈ ചെടിയുടെ പൂക്കൾ വളരെ മനോഹരമായിട്ട് തന്നെ നിൽക്കും. ഓരോ ദിവസവും ഇതിന് കളർ കൂടുതലായാണ് കാണുന്നത്. ഈ ചെടിയുടെ ചുവട്ടിൽ വരുന്ന ചെറിയ ചെറിയ തൈകൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റി നട്ടാൽ നല്ല ബുഷിയായിട്ട് വളർന്ന് അതിൽ നിന്ന് കൂടുതൽ തൈകൾ കിട്ടുകയും ചെയ്യും. അതുപോലെ വളരെ മനോഹരമായിട്ട് നമ്മുടെ പൂന്തോട്ടത്തെ മാറ്റാനും കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.